ഇന്ന് വിവാഹം സംബന്ധിച്ച് വിവാഹത്തിന് യാതൊരു വിലയിൽ നൽകാത്ത ഒരു കാലത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. പണ്ടൊക്കെ വിവാഹത്തിന് അതിൻ്റേതായ മൂല്യം ഉണ്ടായിരുന്നു. വിവാഹത്തെ ആ നിലയിൽ മനുഷ്യൻ നിരീക്ഷിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ ആധുനിക കാലത്ത് നാം വന്നെത്തിയിരിക്കുമ്പോൾ വിവാഹത്തെ സംബന്ധിച്ച് യാതൊരു വിലയും നിലയും കൽപ്പിക്കാത്ത ഒരു കാലത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഭാരത സംസ്കാരം കുടുംബജീവിതത്തിന് ഇത്രമാത്രം അടിത്തറ പാകുന്ന ഒരു സംസ്കാരം ലോകത്തിൽ വേറെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുടുംബജീവിതത്തിന് ഏറ്റവും ഊന്നൽ നൽകുന്ന ഒരു സംസ്കാരം തന്നെയാണ് നമ്മുടെ ഭാരത സംസ്കാരം. എന്നാൽ ഇന്ന് ആ ബന്ധങ്ങൾക്കെല്ലാം ഒരു വിലയില്ലാത്ത ഒരു കാലത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. ഡിവോഴ്സുകളുടെ എണ്ണം വളരെ വർദ്ധിക്കുന്നു. നിസ്സാരമായ പ്രശ്നങ്ങൾ കൊണ്ട് പോലും കുടുംബജീവിതം മാറ്റി രണ്ട് തട്ടിലേക്ക് പോകുന്ന അനുഭവങ്ങൾ നാം നിരവധിയായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം വിശേഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള വസ്തുത ഞാൻ പ്രസ്താവിക്കാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. എനിക്ക് പ്രിയ പ്രേസിനോടും ആഗിമോളോടും പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ഈ വിവാഹത്തെ നിസ്സാരമായി കാണുക. സന്തോഷമായിട്ടിരുന്നായിട്ട് നിങ്ങളുടെ കല്യാണമല്ലേ, പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഈ വിവാഹം നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. എന്തിനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്? ദൈവം വെച്ചിരിക്കുന്നൊരു വ്യവസ്ഥിതിയാണ് വിവാഹം. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് വിവാഹം. കുഞ്ഞുങ്ങളെ, ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ വികാരങ്ങൾ മാത്രം അടക്കുവാനുള്ള ഒന്നല്ല വിവാഹം. ദൈവം ഇത് സ്ഥാപിച്ചത് ഒരു മാതൃകാപരമായ കുടുംബജീവിതം, നിങ്ങൾ പാർക്കുന്ന സൊസൈറ്റിയിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ വാഗ്ദാനം ചെയ്യുക, മറ്റ് അധാർമികമായ ജീവിതമില്ലാതെ സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കുക. ഇതാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഒരു വലിയ സത്യമുണ്ട്, ഒരു സന്തോഷകരമായ ഒരു കുടുംബജീവിതം. ദൈവം ആഗ്രഹിക്കുന്നതും നാം ആഗ്രഹിക്കുന്നതും ഏറ്റവും വലിയ കാര്യം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ജീവിച്ച് നമ്മുടെ കുടുംബജീവിതം എവിടെയെങ്കിലും തട്ടി തീർക്കുക എന്നുള്ളതല്ല. കുടുംബജീവിതത്തിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ആഗ്രഹിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതമാണ്. ആ സന്തോഷകരമായ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് ഒരു ഭർത്താവും ഭാര്യയുമായി മാറുന്നത്. ചിലർ പറയാറുണ്ട് വീട്ടിൽ വിവാഹം കഴിക്കുന്നത്, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വീട്ടിൽ അമ്മ തന്നെയുള്ളൂ, കൂട്ടിരിക്കാൻ ഒരാൾ വേണം, അതിനല്ല വിവാഹം. പശുവുണ്ട്, പുല്ലിയെത്താൻ ഒരാൾ വേണം, അതിനാണ് പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത്. അല്ല, ഇതിനൊന്നുമല്ല വിവാഹം. ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്ന രണ്ട് കാരണങ്ങളുണ്ട്. അത് ആദം തന്നെ പറയുന്നുണ്ട്, നീ എന്നോടുകൂടി ഇരിപ്പാൻ തന്നിരിക്കുന്ന ഈ സ്ത്രീ. അപ്പോൾ ദൈവം ആകിയ തരുന്നത് പ്രൈസിനോടുകൂടി ഇരിക്കാനാണ് എപ്പോഴും കേട്ടോ. ഈ ഇരിപ്പ് നിങ്ങളൊരാൾ വേർപെടുന്നത് വരെ ഇരിക്കണം. ആദാം പറയും എന്നോടുകൂടെ ഇരിക്കാൻ നീ തന്ന സ്ത്രീ. അപ്പോൾ പ്രൈസിന് ഈ ആകിയ തന്നത് കുടുംബക്കാരല്ല, സഭക്കാരല്ല, ദൈവം തന്നിരിക്കുന്നതാണ്. എന്തിന്? പ്രൈസിനോടുകൂടെ ഇരിക്കാൻ, സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാൻ ദൈവം തന്നതാണ്. ഒരിക്കലും ഈ സന്തോഷത്തെ, ഇന്നത്തെ ഈ സന്തോഷത്തിൻ്റെ മാധുര്യം ജീവിതത്തിൻ്റെ അവസാനം വരെയും നിങ്ങൾ പാലിക്കണം. ഈ മധുരം കൂടുകയല്ലാതെ കുറയാൻ പാടില്ല. ഒരു മാധുര്യമായ ഒരു കുടുംബജീവിതം നിങ്ങൾ ചെയ്യണം. ശ്രദ്ധിച്ചേ, ഒരു സന്തോഷകരമായൊരു ജീവിതത്തിന് പ്രധാനമായി 3 ഘടകങ്ങളുണ്ട്. ഒന്ന് മാനസികമായ ഐക്യം, 2 ശാരീരികമായ ഐക്യം, പിന്നീട് പ്രസിഡൻ്റ് ഈ കാര്യങ്ങളെല്ലാം പറയും, ഞാൻ കോമൺ ആയിട്ട് പറയുന്നുള്ളൂ. 3 ദൈവത്തോടുള്ള ബന്ധം. ശ്രദ്ധിച്ച്, 1 മാനസികമായ ഐക്യം, 2 ശാരീരികമായ ഐക്യം, 3 ദൈവവുമായിട്ടുള്ള വലിയ ബന്ധം. ഈ 3 കാര്യം നിങ്ങൾ ഭംഗിയായി കാത്തു സൂക്ഷിച്ചാൽ ഒരു വിജയകരമായ കുടുംബജീവിതം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. 2 കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണിവർ. ഇവരുടെ ചിന്തകൾ 2ആണ്.
ഇവരുടെ സ്വഭാവം രണ്ടാണ്, ഇവരുടെ ആലോചനകളെല്ലാം രണ്ടാണ്. ഇവർ അല്പസമയം കഴിയുമ്പോൾ കർത്താവിൻ്റെ ദാസൻ്റെ കാർമ്മികത്വത്തിൽ ഒന്നായി മാറുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് മൈൻഡും ഒന്നായിട്ട് വരണം. ഏത് കാര്യവും തനിപ്പിടുത്തം പാടില്ല. ആകെ പറയാം ഞാൻ പറയുന്ന പോലെ പോകുമെന്ന് പറഞ്ഞ് നടക്കുകയല്ല. പ്രൈസും അങ്ങനെ രണ്ടുപേരും ഒരേ മൈൻഡിൽ വരിക. ഒരു കാര്യം ആലോചിക്കുമ്പോൾ രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക. ഒരിക്കലും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ രണ്ട് തീരുമാനങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ ഒന്നാമത് കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യത നമ്മുടെ മനസ്സൊന്നിക്കുക എന്നുള്ളതാണ്. മനസ്സൊന്നിച്ചില്ലെങ്കിൽ ശരീരം ഒന്നിക്കുകയില്ല. നമ്മുടെ മനസ്സകലുമ്പോഴാണ് ശരീരം അകലുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സ് തമ്മിൽ അകലാതിരിക്കാൻ പ്രിയ പ്രേസ്മോൻ ആകിമോൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സകലുമ്പോൾ നിങ്ങളുടെ ശരീരവും അകലുകയാണ്. ശരീരവും മനസ്സിനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്, അത് നിങ്ങൾക്കറിയാമല്ലോ. എന്നതുപോലെ ആ ബന്ധങ്ങളെ അകറ്റാൻ നിങ്ങൾ ശ്രമിക്കരുത്. മറ്റൊന്ന്, ഈ മനസ്സിൻ്റെ ഐക്യമാണ് നമ്മുടെ സ്നേഹത്തിലേക്ക് നയിക്കുന്നത്. നല്ലൊരു സ്നേഹബന്ധം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഈ സ്നേഹമെന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നത് കൊണ്ട് സ്നേഹബന്ധമാകുകയില്ല. ആവുമോ? ചിലർ പറയാറുണ്ട്, എൻ്റെ സ്നേഹം മുഴുവനും ഞാൻ ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത്, അതുകൊണ്ട് യാതൊരു വിശേഷതയില്ല. പണ്ടൊരു പെൺകുട്ടി പറഞ്ഞതുപോലെയാകും, എൻ്റെ അച്ചായന് 10 ഭാഷ അറിയാം, പക്ഷേ പൊട്ടനാന്ന് പറഞ്ഞതുപോലെ ഇരിക്കും. അപ്പോൾ 10 ഭാഷ അറിയാമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അദ്ദേഹം പൊട്ടനാ, അതുകൊണ്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം. ആകെയുടെ സ്നേഹം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് അടുത്തിരിക്കുന്ന പ്രൈസ്മോൻ്റെ സ്നേഹം. അതെത്രമാത്രം ഏതെല്ലാം നിലയിൽ പ്രകടിപ്പിക്കാൻ കഴിയുമോ അത് സ്വാതന്ത്ര്യത്തോടെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞാണ് ആകി. അപ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള സ്നേഹം തമ്മിൽ പ്രകടിപ്പിക്കാൻ കഴിയണം. വിശുദ്ധ ബൈബിളിൽ അതിന് ഉദാഹരണമുണ്ട്. അവിടെ നമുക്ക് ഹന്ന എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട്. അവളോട് അവളുടെ ഭർത്താവ് പറയുന്നൊരു ഭാഗം വളരെ ശ്രദ്ധേയമാണ്. തലമുറയില്ലാത്തതുകൊണ്ടും ദുഃഖിച്ച് നിരാശപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയോട് ഈ ഭർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഹന്നെ നീ എന്തിന് കരയുന്നു? നമ്മൾ അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ അതിൻ്റെ ആ ശൈലി നമുക്ക് മനസ്സിലാകില്ല. അത് വികാരപരമായിട്ട് പറഞ്ഞു നോക്കിയേ, ഹന്നായേ നീ എന്തിനാണ് കരയുന്നതല്ലേ? സത്യത്തിൽ ആ വാക്ക്, നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഞാൻ നിനക്ക് നല്ലവനല്ലേ? ആ സംസാരമാണ് നിരാശയിലിരിക്കുന്ന ഹന്നായെ തണുപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടലൊക്കെ ഏറ്റവും സ്നേഹപ്രകടനത്തിന് ഏറ്റവും വലുതാണ്. അപ്പോൾ സ്നേഹം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കാനല്ല, സ്നേഹം നിങ്ങൾ തമ്മിൽ പ്രകടിപ്പിക്കണം. ഈ സ്നേഹം നിങ്ങൾ തമ്മിൽ ആരംഭിക്കപ്പെട്ട ഈ സ്നേഹം ജീവിതത്തിൻ്റെ അവസാനം വരെയും കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ തൽപരരായി മാറണം. 2, ശാരീരികമായ ഐക്യം. ചിലർ, എൻ്റെ ശുശ്രൂഷ കാലഘട്ടം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ ശരീരത്തെ തൊട്ടുപോകരുതെന്ന് പറയുന്നത് അല്ല. ആകിയുടെ ശരീരത്തിന്മേൽ പ്രൈസിനാണ് കുറച്ച് കഴിയുമ്പോൾ മുതൽ അധികാരം. വേറെ ആർക്കും, മാതാവിനോ പിതാവിനോ അവർ ജനിപ്പിച്ച മക്കളെന്നുള്ളതുകൊണ്ട് അതിനപ്പുറത്ത് ദൈവോധനപ്രകാരമുള്ള ആധികാരികത ആകിയുടെ ശരീരത്തിന്മേൽ പ്രൈസിന് മാത്രമാണ്, വേറെ ആർക്കും അതിലില്ല. പ്രൈസിൻ്റെ ശരീരത്തിന്മേൽ ആധികാരികത എന്ന് പറയുന്നത് ആഗിമോക്ക് മാത്രമാണ്, വേറെ ആർക്കും ആ പരമാധികാരം ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ ആഗിയുടെ ശരീരത്തിന്മേൽ പ്രൈസിനും പ്രൈസിൻ്റെ ശരീരത്തിന്മേൽ ആഗിമോക്കുമാണ് ദൈവം അധികാരം തന്നിരിക്കുന്നത്. അപ്പോൾ ആ അധികാരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഘടിപ്പിക്കാൻ പാടില്ല. എൻ്റെ ശരീരത്തെ തുടരുതെന്നോ എൻ്റെ ശരീരവുമായിട്ട് അടുക്കരുതെന്ന് പറയാൻ സ്ത്രീക്കോ പുരുഷനോ ബൈബിൾ അനുവാദം നൽകുന്നില്ല. ഒന്നും കൂടെ ഞാൻ തെളിച്ചു പറഞ്ഞാൽ ദാമ്പത്തിക ജീവിതം രണ്ടുപേരും സന്തോഷത്തോടെ അനുഭവിക്കേണ്ടതാണ്. അതിനാർക്കും വീഴ്ച വരുത്താൻ പാടില്ല. അതിന് ബൈബിളിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുമ്പോൾ തമ്മിൽ സംസാരിച്ച് അതിൽ നിന്നും ഒഴിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നല്ലൊരു കുടുംബജീവിതത്തിന്, നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന് ശാരീരികമായ ഐക്യം വളരെ അനിവാര്യമാണ്. ആ ജീവിതം നിങ്ങൾക്ക് അന്ത്യം വരെ ഭാസുരമായി തീരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമതിനേക്കാൾ ഉപരി ദൈവത്തോട് ഒരാഴമായ ബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കണം. മുപ്പുരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. നിങ്ങൾക്ക് 2 പേർക്കും, നിങ്ങൾ 2 തോണിയിലാണ് ഇവിടെ വന്നത്. 2 കുടുംബം 2 തോണിയിൽ വന്നു.
കർത്താവിൻ്റെ വലിയൊരു ദാസൻ നിങ്ങളെ ആശീർവദിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒരു തോണിയിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. രണ്ട് ദിശയിലേക്ക് ഒരിക്കലും നിങ്ങൾ തുഴയരുത്. ഒരേ ദിശയിലേക്ക് തുഴഞ്ഞ് നിങ്ങൾക്ക് എത്തേണ്ട തുറമുഖം വരെയും ഒരേ ദിശയിലേക്ക് തുഴഞ്ഞ് നീങ്ങാൻ നിങ്ങൾ ശ്രമിക്കണം. പ്രയാസങ്ങളുണ്ടാകും, പ്രതികൂലങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. എങ്ങനെ മുൻപോട്ട് പോകാം എന്ന് ചിന്തിച്ച് പകച്ചു പോകുന്ന നിമിഷങ്ങളും നാളുകളും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഒരുമിച്ച് നിന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ അവയെല്ലാം തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. 3, ദൈവത്തോടുള്ള ബന്ധം, ദൈവത്തെ സ്നേഹിക്കുകയും ദൈവമക്കളെ സ്നേഹിക്കുകയും പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ എത്രമാത്രം ജോലികൾ എത്ര ഉന്നതമാണെങ്കിലും അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവജനത്തെ സൽക്കരിക്കുന്നതിലും ദൈവദാസന്മാർക്ക് നന്മകൾ കൊണ്ട് നിങ്ങൾ സഹായിക്കുന്നതിലുമൊക്കെ നിങ്ങൾ ശ്രേഷ്ഠരായി മാറണം. പ്രിയ, എൻ്റെ വാക്കുകളെ ഞാനിവിടെ നിർത്തട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രേസിനും ആഗിമോക്കും അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതത്തെ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് IPC പാറത്തോട് സെൻട്രലുള്ള എല്ലാ ശുശ്രൂഷക വൃന്ദങ്ങളുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും IPC കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ എന്ന നിലയിൽ കൗൺസിലിൻ്റെയും എല്ലാവിധമായ ആശംസയുടെ പൂച്ചെണ്ടുകൾ ഞാൻ നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിറയ്ക്കുന്നു. ഗോഡ് ബ്ലസ് യു. ആമേൻ.